നമസ്കാരം, ഏവർക്കും എച്ച് മാത്സ് ലാബിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. ഇന്ന് 10ാം ക്ലാസ്സിലെ സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രാക്ടിക്കൽ വർക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ വർക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട ഒരു ക്ലോക്ക് പ്രോബ്ലമാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്ലോക്കിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ഡയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയലിനകത്ത് 1, 2, 3 അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 12 വരെ 1 to 12 നമ്പേഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. 1, 4, 8 എന്ന് പറയുന്ന നമ്പേഴ്സ് യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും എന്താണ്? എ എന്ന് പറയുന്ന ഈ ആംഗിൾ, ബി എന്ന് പറയുന്ന ഈ ആംഗിൾ, അതുപോലെ സി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണെന്ന് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു പ്രൊട്രാക്ടർ വച്ച് നോക്കുകയാണ്. ഇവിടെ ക്ലോക്കിലെ 11, 12 എന്നീ സംഖ്യകളിലാണ് ഇപ്പോൾ ആ ക്ലോക്കിലെ 2 സൂചികൾ ഇതുപോലെ ഇരിക്കുന്നത്. ആ 2 സൂചികൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ പ്രൊട്രാക്ടർ വെച്ചത് കൊണ്ട് മനസ്സിലാവും. 10, 20, 30 ഡിഗ്രിയാണെന്ന് മനസ്സിലാവും. ഞാൻ ഈ സൂചി ഒന്നുകൂടി തിരിച്ച് 10ൽ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഇവിടെ ആംഗിൾ എത്രയാണെന്ന് നോക്കിയാൽ സൂചികൾക്കിടയിലുള്ള ആംഗിൾ, കേന്ദ്രത്തിലുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കി 60 ഡിഗ്രിയാണെന്ന് കണ്ടു. ഒന്നുകൂടി ഞാൻ തിരിച്ചത് 9ൽ കൊണ്ടുവന്നു. അപ്പം ഈ ആംഗിള് 90 ഡിഗ്രി ആയിട്ട് നമുക്ക് കാണാം. ഇതിൽ നിന്ന് നമുക്കൊരു ആശയം കിട്ടി. എന്താണ്? ഒരു ക്ലോക്കിലെ അടുത്തടുത്തുള്ള 2 സംഖ്യകളിൽ സൂചികൾ വരുമ്പോൾ ആ 2 സൂചികൾക്കിടയിൽ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ 30 ഡിഗ്രിയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇവിടെ ക്ലോക്കിലെ അവർ ഹാൻഡ് അല്ലെങ്കിൽ മണിക്കൂർ സൂചി 1ലും മിനിറ്റ് ഹാൻഡ് 2ലുമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്തുള്ള 2 സംഖ്യകൾ 1, 2. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ 2 അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ഈ ആംഗിൾ, സെൻറ്ററിലുള്ള ആംഗിൾ, കേന്ദ്രത്തിൽ ഈ 2 സൂചികൾക്കിടയിലുള്ള കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ആ മിനിറ്റ് സൂചി ഒന്നുകൂടെ നീക്കുവാണ്, 3ലാക്കി. ഇപ്പോഴോ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 കൂടി കൂടും. അപ്പോൾ 30 + 30 60 ആയി. അവർ ഹാൻഡ് അത് അവിടെ തന്നെ വെച്ചിട്ട് മിനിറ്റ് ഹാൻഡ് ഒന്നും കൂടെ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ BOC എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A എത്രയായിരിക്കും? ഈ 90 ഡിഗ്രിയുടെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ സർക്കിളിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദ ആംഗിൾ മേഡ് ബൈ ആൻ ആർക്ക് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്. ഒരു ചാപം അതിന്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ അതിന്റെ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഇവിടെ എത്രയാണോ വരുന്നത് ആ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് ഇവിടെ എത്ര വന്നേ? 30, 60, 90. 90 ഡിഗ്രിയാണ് അതിന്റെ കേന്ദ്രത്തിൽ ഇവിടെ വരുന്നത്. അപ്പൊ അതിന്റെ പകുതിയായിരിക്കും എന്ത്? ആംഗിൾ. അപ്പൊ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ പകുതിയാണെന്ന് നമുക്ക് കാണാനാവും. 90യുടെ പകുതി 45 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ അവർ ഹാൻഡ് 4ലും മിനിറ്റ് ഹാൻഡ് 5ലുമാണ്. അപ്പൊ ഈ സെന്ററിലുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും, അടുത്തടുത്തുള്ളതായതുകൊണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ ഹാൻഡ് അവിടെ തന്നെ വെച്ചു, മിനിറ്റ് ഹാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഇപ്പൊ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇവിടുത്തെ ഇത് തമ്മിലുള്ള 30 ഡിഗ്രി, ഇത് തമ്മിലുള്ള 30. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടാവും? 60 ഡിഗ്രി ഉണ്ടാവും. അവർ ഹാൻഡിൽ ചേഞ്ച് വരുത്താതെ മിനിറ്റ് ഹാൻഡ് മാത്രം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് തമ്മിലുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി വരും. ഒന്നും കൂടെ ചേഞ്ച് ചെയ്യുന്നു. അടുത്ത പോയിന്റിലേക്ക് വയ്ക്കുമ്പോഴോ ഇങ്ങനെയാണ് വരണമെങ്കിൽ എത്ര വരും? ഈ ആംഗിൾ 120 ഡിഗ്രി. 30 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി, 120 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഈ ആംഗിൾ 120 ഡിഗ്രി വന്നാൽ, ആംഗിൾ AOB 120 ഡിഗ്രി വന്നാൽ ആംഗിൾ C എന്തായിരിക്കും?
ആംഗിൾ സി എന്ന് പറയുന്നത് ഈ 120യുടെ ഹാഫ് ആണെന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ 120 ഡിഗ്രി ബൈ എന്ത് വരും 2 എത്രയാ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ സി എന്താന്ന് കിട്ടി 60 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ അവർ ഹാൻഡ് 8ലും മിനിറ്റ് ഹാൻഡ് 9ലുമാണ്. അല്ലെങ്കിൽ മണിക്കൂർ സൂചി 8ലും മിനിറ്റ് സൂചി 9ലുമാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ആ സൂചികൾ തമ്മിലുള്ള 30 ഡിഗ്രിയാണ് അടുത്തടുത്ത് വരുമ്പോൾ അല്ലേ. ഇനി ഇത് മാത്രം മാറ്റുവാണ്. അപ്പോൾ ഇപ്പോൾ ഇത് തമ്മിലുള്ള ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള സെൻറ്ററിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയി. ഇപ്പോഴോ 90 ഡിഗ്രി ആയി. ഇപ്പോഴോ 120 ഡിഗ്രി ആയി. ഇപ്പോഴോ 120യുടെ കൂടെ 30 കൂടി കൂടണം. എത്രയാ 150 ആയി. അപ്പോൾ ഇവിടെ ആംഗിൾ എ ഒ സി എത്രയായിരിക്കും? ആംഗിൾ എ ഒ സി ഈ ആംഗിൾ എത്രയാന്ന് കിട്ടും? 150 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ 150 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി എന്തായിരിക്കും? ആംഗിൾ ബി എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇത് 150 ഡിഗ്രി ആണെങ്കിൽ ആ 150 ഡിഗ്രിയുടെ ഹാഫ് എത്രയായിരിക്കും? പറഞ്ഞോ 75 ഡിഗ്രി എന്ന് കിട്ടും. ശരിയാണോ എന്ന് നോക്കാം. ആംഗിൾ എ 45, ആംഗിൾ സി 60, ആംഗിൾ ബി 75 എന്നാണ് കിട്ടിയത്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കി. 45 പ്ലസ് 60 105, 105 പ്ലസ് 75 180 ഡിഗ്രി. അപ്പോൾ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് 3 ആംഗിൾസും കിട്ടി. ഒരു ക്ലോക്കിലെ ഈ 1 മുതൽ 12 വരെയുള്ള സംഖ്യകളെ യോജിപ്പിച്ചുകൊണ്ട് എത്ര വ്യത്യസ്ത സമഭുജ ത്രികോണങ്ങൾ നമുക്ക് നിർമ്മിക്കാമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഈ ക്ലോക്കിലെ ഈ നമ്പേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എത്ര ഡിഫറെൻറ്റ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ക്ലോക്കിൻ്റെ സെൻറ്ററിൽ എത്ര ഡിഗ്രി വെച്ച് ആംഗിൾ എടുത്താൽ മതി? 12ൽ ഇവിടെ നിർത്തി, അവർ ഹാൻഡ് അവിടെ നിർത്തിയിട്ട് 4ൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രയായി? 1 2 3 4. ഈ 2 പോയിന്റ്സിനിടയിലുള്ള സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രി. ഇതും കൂടെ വരുമ്പോഴോ 60, ഇപ്പോഴോ 90, ഇപ്പോഴോ 120. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇത് 120 ഡിഗ്രി ആയിട്ട് കിട്ടും. ഇനിയോ അപ്പോൾ 120 ഡിഗ്രി കിട്ടുന്ന ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. 4ലും പിന്നെ 12ലും. ഇനിയോ ഈ അവർ ഹാൻഡ് ഒന്ന് മാറ്റാം. 4ൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി 60 ഡിഗ്രി സെൻട്രൽ വരണമെങ്കിലോ 30, 60, 90. 8ലാകുമ്പോൾ എന്ത് വരും? 8 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ആംഗിൾ 120 ഡിഗ്രി വന്നു. അപ്പോൾ ഈ 3 പോയിന്റ്സിനും ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ട്രയാംഗിൾ വരച്ചാലോ? ഏതൊക്കെ പോയിന്റ്സ്? ഈ 12ഉം 4ഉം 8ഉം തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു ട്രയാംഗിൾ വരയ്ക്കുകയാണ് ഇവിടെ. അതെന്ത് ട്രയാംഗിൾ ആയിരിക്കും? ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആയിരിക്കും. കാരണം എന്താ? ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഹാഫ് ആയിരിക്കും 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയി. ഇനിയോ ഇങ്ങനെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വന്നാലോ ഈ ആംഗിൾ എത്രയാണ്? 30, 60, 90, 120. ഇത് 120 ഡിഗ്രി. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തിരിച്ച് ഇങ്ങനെ വെച്ചാലോ 30, 60, 90. ഇതുകൂടെ വരുമ്പോൾ 120. അപ്പോൾ സെൻറ്ററിലുള്ള ആംഗിൾ 120 ഡിഗ്രി വരും. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 60 ഡിഗ്രി ആണെന്ന് കിട്ടും. അപ്പോൾ 60 ഡിഗ്രിയിലുള്ള എല്ലാ ആംഗിൾസും ഉള്ള ഒരു ട്രയാംഗിൾ നമുക്കിവിടെ കിട്ടി. ഇപ്പോൾ 12, 4, 8 എന്നീ പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രയാംഗിൾ വരച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 12ൽ നിന്ന് 1 റൈറ്റിലേക്ക് മാറി 1 എന്നുള്ള പോയിന്റ് എടുക്കാം. അപ്പോൾ 4ൽ നിന്ന് 1 റൈറ്റ് മാറി
5 എന്നുള്ള എടുക്കാം, 8 നിന്ന് ഒന്നുകൂടെ മാറി 9 എടുക്കാം. ഇനി ഇത് യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വേറൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വേറൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഇതുപോലെ 1ൽ നിന്ന് ഒരു പോയിന്റ് കൂടെ കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് എടുക്കുക. 2 കിട്ടി. 5 കഴിഞ്ഞ് അടുത്ത പോയിന്റ് എടുക്കുക. 6 കിട്ടി. 9 കഴിഞ്ഞ് അടുത്ത പോയിന്റ് എടുക്കുക. 10 കിട്ടി. ഇനി ഈ 3 പോയിന്റ്സും ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. 2 കഴിഞ്ഞ അടുത്ത പോയിന്റ് ഏതാ? 3. ആ പോയിന്റ് എടുക്കാം. 6 കഴിഞ്ഞ അടുത്ത പോയിന്റ് 7, 10 കഴിഞ്ഞ അടുത്ത പോയിന്റ് 11. ആ 3 പോയിന്റ്സിനെ ജോയിൻ ചെയ്തിട്ട് വേറൊരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വ്യത്യസ്ത സമഭുജ ത്രികോണങ്ങൾ കിട്ടും ഒരു ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ചുകൊണ്ട്? ഇവിടെ നോക്കിയാൽ അറിയാം. 1, 2, 3, 4. 4 വ്യത്യസ്ത ത്രികോണങ്ങൾ നമുക്ക്, വ്യത്യസ്ത സമഭുജ ത്രികോണങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ കാണാം. കൂടുതൽ ഗണിത പ്രാക്ടിക്കലുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.